Look alive, say come on, come on, come on. We're gonna get it now. Hands up if you're ready for the fight. Say come on, come on, come on. We're gonna win it now. I don't need you to believe in me. I know how to change my destiny. Sit down, about to rewrite our history. Rewrite our history, rewrite our history. We can change the whole world, gonna take it over. Gonna start it over. Don't you know what we could be? A new beginning, fighting to win it. Tell me that you're in it. Don't you wanna be a superhero? A superhero, a superhero. Don't you wanna be a superhero? A superhero, a superhero. Anybody could be, anybody could be, anybody could be. നോവ, ഇവ അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എനിക്കറിയാം, എനിക്കങ്ങനെ തോന്നിയിരുന്നു ചില നേരത്തെ അവളുടെ പെരുമാറ്റം. അത് മനസ്സിലാവുന്നില്ലടാ. ഇതിന്റെയൊക്കെ പുറകില് ലൂസിഫർ ആയിരിക്കും. ആയിരിക്കും എന്നല്ല, ലൂസിഫർ ആണ്. നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഷീ ഈസ് നോട്ട് എ കംപ്ലീറ്റ് ഏഞ്ചൽ വാമ്പയർ. അവളിൽ ഡെവിളിന്റെ അംശമുണ്ട്. ലൂസിഫർ അയാളുടെ രക്തം തന്നെയാണല്ലോ ഞങ്ങളും. എനിക്കറിയാം നോവ, നിങ്ങളുടെ സ്വന്തം എന്ന് പറയാനുള്ള ഒരേ ഒരു വ്യക്തി ലൂസിഫർ ആണ്. എന്നാൽ അയാൾ ശ്രമിക്കുന്നത് പവർ ഏഞ്ചൽസിന്റെയും വൂൾഫ് വാമ്പേഴ്സിന്റെയും അന്ത്യമാണ്. അതൊരിക്കലും സാധ്യമാകില്ല. ഇപ്പോ എങ്ങനെയെങ്കിലും ഇവയെ അയാളുടെ ആ ഡെവിൾ വേൾഡിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് എസ്മയുടെ ജീവൻ തന്നെ എടുക്കും. അവളെ നിയന്ത്രിക്കാൻ നിനക്കേ കഴിയുള്ളൂ എഡ്വിൻ. അറിയാം നോവ, അവളുടെ ബലവും ബലഹീനതയും ഒന്നാണ് ഈ ഞാൻ. ഒരു ഏഞ്ചൽ വാമ്പയറിന്റെ പ്രണയത്തിന്റെ ശക്തി എത്രമാത്രമാണെന്ന് ലൂസിഫറിന് ഒരു നിശ്ചയവും ഇല്ല. അയാൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇവയെ അയാളുടെ മുന്നിൽ എത്തിക്കണം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ശത്രുവിനെ അതിന്റെ മാടത്തിൽ പോയി ഇരയെ ഇട്ടു കൊടുക്കുക. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വീണ്ടും ഫോറസ്റ്റ് ഗേറ്റിന് സമീപം കൊലപാതകമെന്ന് തോന്നിക്കും വിധം മരണം നടന്നിരിക്കുന്നു. കഴുത്തിലായി ഒരു ജീവി കാഴ്ചപ്പാടും കാണാം. കൂടുതൽ അന്വേഷണത്തിനായി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ബോഡി കൊണ്ടുപോയിരിക്കുകയാണ്. മുൻപ് കണ്ടെടുത്ത മൃതശരീരത്തിലുള്ളതുപോലെ കഴുത്തിൽ പല്ലുകൾ താഴ്ന്നതിന്റെ അടയാളം വ്യക്തമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതേതെങ്കിലും ജീവികളുടെ ആക്രമണമാകാമെന്നും കരുതപ്പെടുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അതെ, നിങ്ങളെന്താ ഒന്നും പറയാൻ നിൽക്കുന്നത്? ഈ പ്രോജക്റ്റിന് സെലക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളെയാണ്. പിന്നെ ഈ ഡോക്യുമെന്ററി അത് ചെയ്യാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. സാർ, ഡോക്യുമെന്ററി ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല. എന്നാലും കാട്ടിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് വാമ്പേഴ്സിനെ പറ്റിയൊക്കെ എഴുതണമെന്ന് പറഞ്ഞാ നീ ഇങ്ങോട്ടൊന്ന് മാറിക്കേ. എന്റെ പൊന്ന് സാറേ, സത്യം പറയാലോ, ഞങ്ങൾക്ക് പേടിയാ. ആ കാട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വല്ല പ്രേതവും പിടിച്ചാലോ? എന്റെ പൊന്ന് സാറേ, ഞങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ഇതുവരെ കാണാത്ത എന്റെ ഭാര്യയും ഇതുവരെ കാണാത്ത എന്റെ കുഞ്ഞിനെയും കാണാതാക്കരുത് സാറായിട്ട്. ആഹാ, ഇവന്റെ മാത്രമല്ല, എന്റെയും കെട്ടി കഴിഞ്ഞിട്ടില്ല. എന്റെയും പിറക്കാതെ പോയ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. ആക്ച്വലി ഐ ആം റിയലി സോറി. ഇത് മോളിൽ നിന്നുള്ള ഓർഡറാണ്. ഞങ്ങൾക്ക് ഇത് അനുസരിക്കാനേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരമൊന്നും വേണ്ട. രണ്ടുപേരും നാളെ തന്നെ റെഡി ആയിക്കോ പോവാനായിട്ട്. ഡാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാം, പോവാന്നെ. ഒന്ന് ഏതെങ്കിലും മൃഗങ്ങളെ ഭക്ഷണവും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ വാമ്പയർ ഉണ്ടെങ്കിൽ അതിന്റെ ഡ്രിങ്ക്സ് ആവും. എന്തായിരുന്നാലും ചോര ചുറ്റിയുള്ള മരണം അത് മസ്റ്റാ. ഓ, പേടിപ്പിക്കാതെ സാമുദ്രോഹി. അതെ, ബെല്ലി ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞേ? ആ, അവള് കുറച്ചുകൂടി കഴിയുമ്പോ ഇങ്ങെത്തും. എന്തായാലും എസ്മയോട് ബെല്ല നമ്മളിൽ ഒരാളാണെന്ന് പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ പിന്നെ ഒരു ഞെട്ടല് പ്രതീക്ഷിക്കായിരുന്നു. ക്രിസ്റ്റി, നിന്റെ കഴുത്തിൽ എന്താടാ? എവിടെ? എന്താ സാം? ദേ ഇവിടെ. ആ, എന്താടാ, എന്ത് പറ്റി? ഓ സോറിടാ, ഈ സാധനം ഇവിടെ ഉള്ള കാര്യം ഞാൻ സത്യമായിട്ട് മറന്നുപോയി. മാർക്ക് ചെയ്തതാണല്ലേ.
അപ്പോഴേ ഞങ്ങൾ ഇപ്പൊ വരാം. എടാ നീ ഒന്ന് വന്നേ. ഞാനെന്തിനാ വരുന്നേ? ഹാ ഒന്ന് വന്നേ നീ. പിന്നെ എന്തിനാ വരുന്നേന്ന് ചോദിച്ചാല് അതിവിടെ വെച്ച് എങ്ങനാ പറയാ? പിന്നെ നിനക്ക് നിർബന്ധമാണേല് നിന്നെ ഒന്ന് സ്നേഹിക്കാനാ. അയ്യേ, എന്തോന്നയ്യേ, ഇങ്ങോട്ട് വന്നേ നീ. ശോ ചമ്മി നാറി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇസ്താൻ പതുക്കെ മതിയെന്ന്. അയ്യേ അവരിനി എന്ത് വിചാരിക്കും? ഓ പിന്നെ അവരിതൊന്നും ചെയ്യാത്ത പോലെ. പിന്നെ അവരെന്ത് വിചാരിക്കാൻ? നിന്നെ ഞാൻ മാർക്ക് ചെയ്തു, അത്ര തന്നെ. നീ ഒഫീഷ്യലി എൻ്റെത് മാത്രമായെന്ന്. ആഹാ പറഞ്ഞു പറഞ്ഞു നീ ഇത് എങ്ങോട്ടാ കയറുന്നേ? നിന്റെ അടുത്തോട്ട്. എന്തെന്നറിയില്ല, ചില നേരത്തെ നിന്റെ നോട്ടം കാണുമ്പോഴേ ഞാൻ പോലും അറിയാതെ എൻ്റെ രക്തം ചൂട് പിടിക്കുക. അതിനെ ശാന്തമാക്കാൻ നിന്നെ കൊണ്ടേ പറ്റൂ. അപ്പൊ എങ്ങനാ, പോയാലോ? എങ്ങോട്ട്? റൂമിലോട്ട്. ഇപ്പോഴോ? ആ നീ വന്നേ. ഇസ്താൻ ഒരു സ്ഥാനവും ഇല്ല, വാ. ഡാ ഇതെന്താടാ ഒരു വിചരിമ്പിച്ച അറ്റ്മോസ്ഫിയർ? എന്തോന്ന്? ദേ നീ വായും വെച്ചോണ്ട് മിണ്ടാതെ വന്നേ. ഒന്നാതെ മനുഷ്യനിവിടെ മൂട്ടി തീ പിടിച്ച പോലെ മൊത്തത്തിൽ പോയിരിക്കുക. അപ്പോഴും അവൻ്റെ ഒരു വിചലിമ്പിച്ച. ഓ ഇപ്പൊ ഞാൻ പറഞ്ഞതിലാണല്ലേ നിന്റെ കുഴപ്പം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കാറിൽ വന്നാ മതി മതിന്ന്. അപ്പോൾ എന്തോന്നാ പറഞ്ഞ്, വണ്ടിയുടെ ശബ്ദം കേട്ട എല്ലാ ജന്തുക്കളും നമ്മുടെ അടുത്തോട്ട് വരും, അതുകൊണ്ട് വണ്ടി അവിടെ ഇട്ടിട്ട് നടക്കാന്ന്. എന്നിട്ടിപ്പോ ദേ 1-2 മണിക്കൂറായി മാക്കനെ നടക്കാൻ തുടങ്ങിയിട്ട്. ആ എടാ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കാടായോണ്ട് വഴിയൊന്നും കാണത്തില്ലെന്ന്. അതാ പല കടയും കണ്ടിരുന്നെങ്കിൽ വിശക്കുകയും ചെയ്യുന്നു. പിന്നെ കാടിനകത്ത് നിന്റെ തന്തപ്പടി കൊണ്ട് വെച്ചേക്കല്ലേ 5 സ്റ്റാർ ഹോട്ടൽ. എൻ്റെ ദൈവമേ, ഏത് നേരത്താണാവോ ഈ ബുദ്ധിയില്ലാത്തവൻ്റെ കൂടെ ഇറങ്ങി പിരിക്കാൻ തോന്നിയത്. എടാ ദേ നീ പോയേ, പോ. ഹലോ. അയ്യോ യക്ഷി. യക്ഷിയോ? താൻ എന്താടോ പറഞ്ഞേ? യക്ഷിയെന്നോ? നീ ആരാ? ഈ കാട്ടില് നീ ഇപ്പൊ ഇത് എവിടെന്നാ വന്നേ? എവിടുന്ന് വരാൻ? എടാ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രേതം തന്നെ. ബ്ലഡ് ഒടിക്കാൻ ഇറങ്ങിയതായിരിക്കും ഉറപ്പാ. എനിക്ക് അമ്മയെ കാണണേ. അയ്യോ. ഓ പിന്നെ ഇപ്പോഴത്തെ യക്ഷികളൊക്കെ ഇങ്ങനെ ഡ്രസ്സും ചെയ്തല്ലേ നടക്കുന്നേ. മിണ്ടാതിരിയടാ അവിടെ. അതെ, ഇയാളാരാ? താനെന്താ ഇവിടെ? ആ ഇതേ ചോദ്യം തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. നിങ്ങൾ ആരാ? എന്താ ഇവിടെ? ഓഹോ, ചോദ്യത്തിന് മറുചോദ്യം. നൈസ്. എന്നാ കേട്ടോ, ഞങ്ങളിവിടെ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനായിട്ട് വന്നതാ. ആ ഞാൻ ഇവിടെ താമസിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇവള് പ്രേതമാണെന്ന്. സത്യം പറയടി, നീ പാലയിന്ന് വന്നതല്ലേ? ദേ ഇവനോട് വായും പൂട്ടി മിണ്ടാതിരിക്കാൻ പറഞ്ഞോ. എന്റെ വീട് ഇവിടെയാണോ? ഓ പിന്നെ കാട്ടിനകത്ത് നീ കൊട്ടാരം വെച്ചേക്കുവല്ലേ? യാദൂ ഷട്ടപ്പ്. എടോ താൻ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? അല്ല, താനിവിടെയല്ലേ താമസിക്കുന്നേ. അപ്പോൾ ഞങ്ങൾ ഈ ഡോക്യുമെൻ്ററി ഒന്ന് ചെയ്ത് തീരുന്നവരെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനായിട്ട് ഒരു സ്ഥലം ഒപ്പിച്ചു തരുമോ? അത് ഞാനിപ്പോ എവിടെന്നാ? ഞാൻ താമസിക്കുന്നിടത്ത് വേണമെങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോവാ, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ. ഏയ് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വരാം. എന്റെ ദൈവമേ, ഞങ്ങളിത് എത്രയും പെട്ടെന്ന് നിന്റെ പക്കലേക്ക് വരാൻ പോകുവാണേ. കുട്ടിയുടെ പേരെന്താ? ബെല്ല. നിങ്ങളുടെ? ആ ലിയോ എന്ന് വിളിക്കും. ഇത് യാദവ് റാം. യദു അങ്ങനെ വിളിച്ചാ മതി. ഓ ദേ ഇതാണ് വീട്. എന്റെ അമ്മോ, ഇതെന്ത് വിജനമിച്ച വീടാണല്ലേ. ഓ നിന്റെ ഒരു വിജലംബനം. മര്യാദയ്ക്ക് അടച്ചു വെച്ചോ, ഇല്ലെങ്കിൽ കണ്ടോ നീ. ബെല്ല, ഇതൊക്കെ ആരാ? ഇവര് നിനക്ക് എവിടെന്നാ കിട്ടിയേ? ഐഡാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാട്ടിൽ നിന്ന് ചുറ്റി കളിക്കായിരുന്നു രണ്ടും. കാര്യം ചോദിച്ചപ്പോ എന്തോ വാമ്പേഴ്സിനെ പറ്റി സ്റ്റോറിയോ റിപ്പോർട്ടോ തയ്യാറാക്കാൻ വന്നതെന്നാ പറഞ്ഞേ. ആണോ? അത് കൊള്ളാലോ. അപ്പോ നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ഹായ്, ഐ എം ഐഡ, ബെല്ലയുടെ സിസ്റ്റർ ആണ്. ഹായ് ഐഡ, ഐ എം യാദവ്. അവൻ കൈകൾ അവളുടെ കൈക്കുനേരെ നീട്ടി. ഐഡ കുറച്ചു സമയം തന്റെ കണ്ണുകൾ അടച്ചു അവന്റെ കൈകളെ മുറുകെ പിടിച്ചു. യാദവ് ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന മുഖഭാവത്തോടെ ഐഡയെയും തൻ്റെ കൈകളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. തിരിച്ചൊരു പുഞ്ചിരിയോടെയാണ് അവൾ കണ്ണുകൾ തുറന്നത്. വെൽക്കം ടു അവർ ഫാമിലി മാൻ. താങ്ക് യു. ലിയോൺ വിൻസെന്റ്. ഐഡയ്ക്ക് നേരെ കൈകൾ നീട്ടി അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കൈകളെ സ്പർശിച്ചത് പെട്ടെന്ന് തന്നെ തൻ്റെ കൈകളെ പിൻവലിച്ചു. ഐഡയുടെ മുഖത്തെ ആ നേരത്തെ ഭാവം ആർക്കും മനസ്സിലായില്ല. വെൽക്കം ബാക്ക് ലിയോൺ.
അവളുടെ ഈ വാക്കുകൾ യദു ഒഴികെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സംശയത്തിന് വഴിയൊരുക്കി. നിങ്ങൾ വാ, അകത്തോട്ട് പോവാം. അവർ അകത്തു കയറി. എന്നാൽ ലിയോന്റെ കണ്ണുകൾ ആരെയോ തേടുന്നുണ്ടായിരുന്നു. ബെല്ല, ശബ്ദം കേട്ടതും എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി. എസ്മയായിരുന്നു അത്. അവൾ വേഗം ബെല്ലയെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഈ സമയം അത്രയും എസ്മയെ ഇമചുമ്മാതെ നോക്കുകയായിരുന്നു ലിയോൺ. അവന്റെ കണ്ണുകളിലെ തിളക്കം സാം ശ്രദ്ധിച്ചിരുന്നു. ബെല്ല അവരെ എസ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. നിങ്ങളുടെ റൂം മുകളില. 2 പേർക്കും 2 റൂം വേണോ അതോ 1 മതിയോ? ഇതെന്താടാ, ഹോട്ടലാണോ? ഒന്നും മിണ്ടാതിരിക്കടാ. ഒന്ന് മതി, ഞങ്ങൾ ഒരുമിച്ച് നിന്നോളാം. നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാം.